സാർ, ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകമല്ലേ വന്ദേ മാതരം? ഈ വന്ദേ മാതരത്തെ ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് വലിച്ചടിക്കേണ്ട കാര്യമുണ്ടോ? സാറിന്റെ അഭിപ്രായം എന്താണ്? ഇതിപ്പോ എന്നും പ്രശ്നമാണ് ഈ വന്ദേ മാതരം എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ എന്നും മുതലേ ആലപിക്കുന്നതാണ്. ആരാ ആലപിക്കുന്നത്? നമ്മുടെ സ്കൂളിലൊക്കെ നമ്മളൊക്കെ ഏത് പഠിക്കുന്ന സ്കൂളിലോ? സന്ധ്യ ആലപിച്ചിട്ടുണ്ട്. പിന്നെ സർക്കാർ സ്കൂൾ ഇത്രയും വരെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് ലൈനായിരുന്നു. അതോ മുഴുവൻ വന്ദേ മാതരം വന്ദേ മാതരം എന്ന് ഞാനും കേട്ടിട്ടുണ്ട്. മനസ്സിലുണ്ട്. അല്ലാതെ ഇത് മൊത്തത്തിൽ പാടുന്നതായിട്ട് ഞാൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മളൊക്കെ അതൊക്കെ എന്നാൽ ഇത് കേരളത്തിൽ പാടാൻ പറ്റത്തില്ല. അല്ല, കേരളത്തിൽ പാടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. മനസ്സിലായി? കേരളത്തിൽ പാടണ്ട. അതിനകത്ത് കേരളത്തിൽ പാടണ്ട. വന്ദേ മാതരം സ്വാതന്ത്ര്യ സമര അല്ലെങ്കിൽ ആ സമയത്ത് പാടിയതാണെന്നോ 109 കൊല്ലത്തെ പഴക്കമുണ്ടെന്നോ അല്ലെങ്കിൽ ബംഗാൾ വിഭജനത്തിന് വലിയ വലിപ്പത്തിൽ പാടിയതാണെന്നോ ഒക്കെ കാര്യം ശരിയാ. പക്ഷെ കേരളത്തിൽ, ഇന്ത്യയിൽ എവിടെ പാടിയാലും ലോകസഭയിൽ പാസ്സാക്കിയാലും കേരളത്തിൽ ഇത് പാടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ചെങ്കോട്ട എവിടെ? കേരളത്തിലാണ്. കേരളത്തിലല്ല ചെങ്കോട്ട, ഡൽഹിയിലെ ചെങ്കോട്ട. അതിനെപ്പറ്റി അറിയില്ലാത്തോണ്ടാ. ചെങ്കോട്ട പാടും, പാർലമെന്റിൽ പാടും. അന്നേരം ഈ പാർലമെന്റിൽ പാടിയിട്ട് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ പാടത്തില്ല, വെടിവെച്ചാലും പാടത്തില്ല എന്ന് പറയുന്നത് ഉണ്ണിത്താനെയൊക്കെ ഇണീപ്പിച്ച് അവിടെ നിർത്തും, ബ്രിട്ടാസിനെ നിർത്തും, മറ്റവരെ നിർത്തും. കേരളത്തിൽ വന്നാൽ ഞങ്ങൾ പാടത്തില്ല. അത് കഴിഞ്ഞ ദിവസം ഞാൻ VD സതീശൻ ചോദിച്ചോ മറുപടി ഒന്നും പറഞ്ഞില്ല. മറ്റന്നാൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. മറ്റന്നാൾ കാണിച്ചു തരാനൊന്നുമില്ല. ഇന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇന്നലെ സർക്കുലർ കൊടുത്തു. അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലയോ, ഈ പ്രോട്ടോകോൾ ഓഫീസർ കൊടുത്തിരുന്ന സർക്കുലർ എന്ന് പറഞ്ഞാൽ ദേശീയ ഗാനം പാടിയാൽ മതി, ദേശീയ ഗീതം പാടണ്ട. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പൊ കൈകാര്യം ചെയ്യുന്ന ആരാ? മുസ്ലിം ലീഗാ. മുസ്ലിം ലീഗ് ആണല്ലോ ഈ പറയുന്ന വിഷയം പണ്ട് ഇതിനകത്ത് ഉണ്ടാക്കിയത്. വന്ദേ മാതരം പാടണ്ട എന്ന് ഉള്ള ഒരു കാര്യം ഇന്ത്യയിൽ വളരെ പുറകോട്ട് പോകുമ്പോൾ തന്നെ കൊണ്ടുവന്നത്. പണ്ട് കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ തുടങ്ങുമ്പോൾ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇതിനകത്ത് അത് പാടാൻ പറ്റത്തില്ല. പാടാൻ പറ്റുകയാണെങ്കിൽ 2 ലൈനേ പാടാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം പാടുന്ന വരികൾക്കിടയിൽ എങ്ങാണ്ട് ദുർഗയുണ്ടെന്നോ സരസ്വതി ഉണ്ടെന്നോ മറ്റു പലരും ഉണ്ടെന്നോ ഉള്ളത് അവരുടെ വിഷയം. മനസ്സിലായില്ലയോ? ഈ വിഷയം ഉണ്ടായിട്ടല്ലേ ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിൽ ഉണ്ടാകുകയും ആ പാർട്ടി ഇന്ത്യയെ പാകിസ്ഥാനായിട്ട് വിഭജിച്ച് പോയത്. അത് അവരുടെ ആ ഒരു പ്രശ്നമാണല്ലോ. മതപരമായിട്ടൊരു രാജ്യം വേണം. അവർക്ക് ദുർഗയെ അംഗീകരിക്കാൻ പറ്റത്തില്ല, സരസ്വതി അംഗീകരിക്കാൻ പറ്റത്തില്ല, ഇവിടുത്തെ പല ഹിന്ദു സംസ്കാരത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രത്യേക രാജ്യമായിട്ട് അങ്ങ് പോയല്ലോ. അതിനുശേഷം ഇവിടെ ഹിന്ദു രാജ്യമായാലും ഇത് മതേതര രാജ്യമായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷെ ഭൂരിപക്ഷം ഹിന്ദുക്കളാണല്ലോ ഉള്ളത്. അപ്പം അതിനുശേഷവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അവരോധിച്ച ആളിന്റെ പണി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയിൽ വീണ്ടും പാകിസ്ഥാനികളെ ഉണ്ടാക്കുന്നതിനും അത്തരം താല്പര്യക്കാരെ വലിയ വലുപ്പത്തിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒളിച്ചുകടത്തലല്ലേ ഈ നെഹ്റു നടത്തിയത്. അതിന്റെ ശിഷ്ടമല്ലേ ഇവിടെ കിടക്കുന്നത്. ഇന്ത്യ വിഭജനത്തിനകത്ത് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇന്ത്യ വിഭജിക്കുന്ന പാർട്ടിയായിരുന്നു ഈ പറയുന്ന ലീഗ് എന്ന് പറഞ്ഞത് കൊണ്ട് വടക്കേ ഇന്ത്യ ലീഗിന് യാതൊരു സാധ്യതയുമില്ലാതെ വരികയും ലീഗിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിൽക്കുന്ന പാർട്ടികളെ എല്ലാം ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള രാജ്യസ്നേഹികൾ തള്ളിപ്പറയുകയും അങ്ങനെ കോൺഗ്രസിന് പോലും ലീഗിന്റെ ഭാഗത്ത് പരസ്യമായിട്ട് നിൽക്കാൻ വരാതെ വരികയും അതിന്റെ ശിഷ്ടം ഇവിടെ കിടക്കുമായിരുന്നു. കോൺഗ്രസ് അന്നാണ് 62-62 തോന്നുന്നു, ഡേറ്റ് ഞാൻ കറക്റ്റ് ആലോചിക്കുന്നില്ല. കോൺഗ്രസിന്റെ ഭാഗം നിന്ന് ഇവിടെ മത്സരിച്ച ലീഗിനെ ഒരു മന്ത്രിയാക്കാനോ ഒന്നും നടക്കത്തില്ല, ഞങ്ങളുടെ ഭാഗമാണെന്ന് പറയാൻ പറ്റത്തില്ല. മുസ്ലിം ലീഗ് ആണെന്നുണ്ട്. ഒരു സ്പീക്കറെ കൊടുക്കാമെന്ന് പറഞ്ഞു ലീഗിൽ നിന്ന് രാജിവെച്ച കത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, എന്നിട്ട് പരസ്യപ്പെടുത്താൻ പറഞ്ഞു. അന്ന് അങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ ഒരു സ്പീക്കർ ഉണ്ടാവുന്നത്. ആ ലീഗാ ഇന്ന് കാര്യം തീരുമാനിക്കുന്ന കേരളത്തിൽ. കോൺഗ്രസ് വേണോ? നാളെ കാലത്തെ രാഹുൽ ഗാന്ധി ഇന്ത്യ മഹാരാജ്യം ഭരിക്കണോ? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വടക്കേ ഇന്ത്യയിലെങ്കിൽ മാർഗമില്ലാത്തപ്പോൾ ജയിക്കാൻ കൊണ്ട് തെരഞ്ഞെടുത്തപ്പോൾ ഇന്ത്യയിൽ ഉടനീളം ഇടമില്ലാത്തപ്പോൾ ഇടമുള്ളത് എവിടാ? മലപ്പുറത്താ അല്ലെങ്കിൽ വയനാട്ടിലാ. അവർ വിചാരിച്ച ജയിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന ഇന്ന് VD സതീശൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. കോൺഗ്രസ് തീരുമാനിച്ചു VD സതീശനെ വേണ്ടാന്ന്, MLA തീരുമാനിച്ചു VD സതീശനെ വേണ്ടാന്ന്, KPCC നേതാക്കന്മാർ വിചാരിച്ചു VD സതീശനെ വേണ്ടാന്ന്, ലീഗ് പറഞ്ഞു VD സതീശനാ മുഖ്യമന്ത്രി ആക്കി. ഇല്ലയോ? അതായത് നാളെ പ്രിയങ്ക ഗാന്ധി അവിടെ MP ആവത്തില്ല. അതായത് ഞാനീ പറഞ്ഞതുപോലെ ഈ പറയുന്ന ലീഗിന്റെ സർവാധിപത്യം, അതായത് ഇന്ത്യ വിരുദ്ധതയുടെ സർവാധിപത്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ ഇന്ത്യയിൽ ഉടനീളമുള്ളപ്പോൾ അത് മൊത്തത്തിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ, മൊത്തത്തിൽ കാണണമെങ്കിൽ, മൊത്തത്തിൽ പിടിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. കേരളത്തിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഞങ്ങൾ ഇത് പാടത്തില്ല. അതാ ഞാൻ പറഞ്ഞ പാടത്തില്ല.
മനസ്സിലായോ? ഇത് പാടണ്ടെന്ന് ആരാ തീരുമാനിച്ചത്? ലീഗാണ് തീരുമാനിച്ചത്. അപ്പൊ അത് കോൺഗ്രസിന്റെതിനകത്ത് ആ തീരുമാനം അവരുടേതായിട്ട് വരികയും അത് നടപ്പാക്കുകയും ചെയ്ത ആരാ? നെഹ്റു. നെഹ്റു യഥാർത്ഥത്തിൽ മതേതരവാദിയൊന്നുമല്ല. നെഹ്റു 1906 ബ്രിട്ടീഷ് ഭരണകൂടം പോലെ എനിക്കിപ്പോ തോന്നുന്നു. കാര്യം വെച്ചാൽ കിഴക്കൻ ബംഗാളിലെ സ്കൂളുകളിലും കോളേജുകളിലും വന്ദേമാതരം പാടുന്ന വിളിക്കുന്ന തടയാൻ സർക്കുലറൊക്കെ ഇറക്കി. ഇപ്പൊ അതുപോലെ ഇപ്പൊ ആവുമല്ലേ? അല്ല, ബ്രിട്ടീഷുകാരുടെ താല്പര്യം അതായിരുന്നല്ലോ. അതെ. ഈ ശരിക്കും പറഞ്ഞാല് ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന ആളായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു പാകിസ്ഥാനല്ല, ഒരു 560 ആയിട്ട് ഉപയോഗിച്ചേന്, അല്ലെ പല പാകിസ്ഥാനായിട്ട് ഉപയോഗിച്ചേന്. കാരണം ഇന്ത്യ വിഭജനത്തിന് വേണ്ടി ചോദിച്ചല്ലോ, ഇപ്പൊ സന്ധ്യ ചോദിച്ചല്ലോ, അന്ന് ബ്രിട്ടീഷ് ആര് ഭരിക്കുന്നത് പോലെയാണോ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെന്ന്. അന്ന് ആലോചിച്ചെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി ഉള്ളപ്പോൾ ഇന്ത്യക്കകത്ത് സ്വാതന്ത്ര്യം കൊടുക്കുന്ന സമയത്തും ഈ ഇന്ത്യയെ 16 ഉപയോഗിച്ച് ഏത് സമയവും അവർക്ക് താല്പര്യമുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യ ഒരിക്കലും ഉയർന്നു പോകാത്തക്ക രീതിയിലേക്ക് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന ആൾ വിചാരിച്ചത്. പക്ഷെ 45 ബ്രിട്ടീഷ് ബ്രിട്ടനിൽ ഇലക്ഷൻ നടക്കുകയും ഈ അന്നത്തെ ഈ ക്ലെമന്റ് ആൻലി എന്ന് പറഞ്ഞ ഒരാള് അവിടുത്തെ പ്രധാനമന്ത്രിയായി. അയാള് ഈ തൽപരനല്ലായിരുന്നു, ഇന്ത്യയുടെ ഭാഗം നിൽക്കുന്ന ആളായിരുന്നു. അയാള് അന്ന് ഈ നാട്ടുരാജാക്കന്മാരടുത്ത് പറഞ്ഞിരുന്ന എന്തോ, നാട്ടുരാജാക്കന്മാരുടെ പണി എന്തോരെന്നുള്ളത് ഇവിടെ അറിയാമല്ലോ. നാട്ടുരാജാക്കന്മാരെന്ന് പറഞ്ഞാൽ യുവമാരുടെ കൂടി നിൽക്കുക, രാജ്യമാരുടെ ആസനം തടവി കൊടുക്കുക, അവന്മാരുടെ കാലത്ത് കുഴമ്പിട്ട് കൊടുക്കുക, എന്നിട്ട് അവന്മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കപ്പം പിരിച്ചു കൊടുക്കുക, എന്നിട്ട് യുദ്ധത്തിന് വേണ്ടിയുള്ള ഫണ്ട് കൊടുക്കുക, എന്നിട്ട് അവന്മാർക്ക് ആവശ്യം പോലെ കാശ് അവന്മാർക്ക് സൂചിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോയാലും നിങ്ങളെ സ്വതന്ത്രമായിട്ട് ഓരോ രാജ്യങ്ങളായിട്ട് വെച്ചിരിക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഉറപ്പ് കൊടുത്തിരുന്നത്. പക്ഷെ ഇതോടുകൂടി ആ ഉറപ്പ് പോയി. അപ്പം അന്നും ഈ പറയുന്ന ഈ പുതിയ പ്രധാനമന്ത്രി വന്നപ്പോഴും ഒരു കാര്യം വെച്ചിരുന്നു. അതായത് വേണമെങ്കിൽ സ്വതന്ത്രമായിട്ട് നാട്ടുരാജ്യങ്ങളായിട്ട് നിൽക്കാം എന്നുള്ള കാര്യം വെച്ചിരുന്നു. അങ്ങനെ നാട്ടുരാജ്യങ്ങളായിട്ട് നിന്ന ഹൈദരാബാദ്, നസാം, ഇതൊക്കെ ഉണ്ടല്ലോ ഹൈദരാബാദ് അന്നത്തെ, അയാളൊക്കെ പിന്നെ 1 കൊല്ലത്തിന് ശേഷം പിടിച്ചിനകത്ത് കയറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ നാട്ടുരാജ്യമായിട്ട് നിന്നാൽ ബ്രിട്ടൻ അംഗീകരിക്കണം ഒരു രാജ്യമായിട്ട്, മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് ഇതിനകത്ത് വന്നത്. അപ്പം ഇതിനകത്ത് വന്നത്. അപ്പം ഇതിനകത്ത് ഇവരെന്തിനാ ഈ വന്ദേമാതരത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഇവിടെ മസിൽ പിടിക്കുന്നത്? വന്ദേമാതരം പാടാൻ പറ്റത്തില്ല എന്ന് ആദ്യമേ ഇവിടെ ഇരുന്ന ആൾക്കാർക്ക് വേണ്ടി ഇന്ത്യ വിഭജനം നടത്തി കൊടുത്തു. ഇന്ത്യയിലുടനീളമുള്ള സ്വാതന്ത്ര്യ ബംഗാൾ വിഭജനത്തിനുൾപ്പെടെ ഇന്ത്യയിൽ ഉടനീളം ഈ മഹാത്മാഗാന്ധി ഉൾപ്പെടെ ഉള്ളവർ ഇന്ത്യയിലെ ആൾക്കാരെ പ്രചോദനം കൊള്ളിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഗീതം 50 എനിക്ക് തോന്നുന്നു നമ്മുടെ ദേശീയ ഗീതമായിട്ട് പ്രഖ്യാപിക്കുന്ന സാധനം ഇവിടെ പാടാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ആ പഴയ പാകിസ്ഥാനെ വിഭജിച്ചിട്ട് അന്ന് പാകിസ്ഥാനിൽ പോയതിന്റെ ശിഷ്ടം ഇപ്പോഴും ഇവിടെ കിടക്കുകയും അവർ വീണ്ടും ഇന്ത്യ വിഭജനത്തിന് വേണ്ടിയും ഇന്ത്യയുടെ താല്പര്യത്തിനല്ലാതെ നിൽക്കുന്നു എന്ന് വിചാരിച്ചാൽ കുറ്റം പറയാനൊക്കത്തില്ലല്ലോ. അവരുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരല്ലേ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ അവര് പറയുന്നത് ഈ പറയുന്നത് പാടാൻ പറ്റത്തില്ലെന്ന്. അതേ ഭാഗത്ത് നിൽക്കുന്നവർ തന്നെയല്ലേ ഇപ്പൊ CPM-കാര്. ഇവിടെ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഇവിടുത്തെ പ്രശ്നം എന്തോ, വന്ദേ മാതരം ഈ സതീശൻ ഇരുന്നാൽ പാടും എന്നാണ് CPM-കാരുടെ പ്രശ്നം. CPM-കാരൻ എന്തോ പ്രശ്നം ഇവിടെ വന്ദേ മാതരം പാടിയാൽ? അല്ല, കോൺഗ്രസ്സുകാരനെ പാടിച്ചാൽ കോൺഗ്രസ്സുകാരൻ ഭയക്കുന്നത് എന്തുകൊണ്ട്? ഇവിടുത്തെ സംഘടിത വോട്ടിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പാട്ടിന്റെ കാര്യം പറയുമ്പോൾ പോലും ആ പാട്ടിനെതിരായിട്ട് നിൽക്കുന്ന ആരാണ്? അല്ലെങ്കിൽ അവർ മുസ്ലിങ്ങളാന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. മുസ്ലിങ്ങളായിരിക്കത്തില്ലല്ലോ. മുസ്ലിങ്ങൾക്ക് ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ഒരു ദേശീയ ഗീതം പാടുന്നതിനകത്ത് കുഴപ്പമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർ ഇന്ത്യക്കകത്തോ ഇന്ത്യയുടെ താല്പര്യമുള്ള മുസ്ലിങ്ങളല്ല. അപ്പൊ ഇസ്ലാമിസ്റ്റുകളാവും. ആ ഇസ്ലാമിസ്റ്റുകളാണോ ഇന്ത്യയിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ? അല്ലെങ്കിൽ ഈ താല്പര്യത്തിനനുസരിച്ച് കോൺഗ്രസ് അവരുടെ മുസ്ലിം വോട്ട് അവരുടെ ഭാഗമായിട്ട് നിൽക്കാനും അത് സംഘടിത വോട്ടായിട്ട് കൈവിടാതിരിക്കാനും ശ്രമിക്കുന്ന ഒരവസ്ഥ, അതേ സംഘടിത വോട്ടിന് വേണ്ടി ശ്രമിക്കുമല്ലേ ഈ പറയുന്ന CPM-ഉം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ പാടത്തില്ല. BJP നിയമം പാസ്സാക്കിയാലും പാടത്തില്ല. BJPയുടെ കെയർ ഓഫിൽ 15,000 ഇടത്ത് വേണേൽ പാടായിരിക്കും അവരുടെ പരിപാടിയിൽ. അതേ പൊതുപരിപാടിയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് സർക്കാർ പരിപാടികൾ ഒന്നും പാടത്തില്ല. ചിലപ്പം ഗവർണറുടെ പരിപാടിക്ക് പാടും, അത് ഗവർണറുടെ താല്പര്യത്തിനനുസരിച്ച്. അല്ല, സതീശൻ പാടിക്കത്തില്ല, വിദ്യാലയങ്ങളിൽ പാടിക്കത്തില്ല, മറ്റ് പല ഇടത്തും പാടിക്കത്തില്ല. കാരണം ഇവിടെ ഭരിക്കുന്നത് ലീഗാണ്, ഇന്ത്യ വിഭജനത്തിന്റെ അവശിഷ്ടമാണ്. അവർ പുറമേ ഞങ്ങൾ പറയുന്ന പോലെ ഇന്ത്യയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴും അവർക്ക് വിളക്ക് കത്തിക്കാത്ത അജണ്ടയും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് അജണ്ടയും മറ്റ് പല ഈ
അജണ്ടയും ഒക്കെ ഉണ്ട്. അത് താല്പര്യം അവർ പരസ്യമായിട്ട് അങ്ങ് പറയുന്നില്ലെങ്കിൽ രഹസ്യമായിട്ട് പറഞ്ഞ് ആ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഇടത്ത് മാത്രമേ അവർ നിന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയുള്ളൂ. അത് മൊത്തത്തിൽ ആ താല്പര്യം സംരക്ഷിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് അവർ പമ്മിയിരിക്കുന്നു. ആ ഒരവസ്ഥ വരുന്നിടം വരെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം അവർ നടത്തിക്കൊണ്ടുവരിക്കും. അതുകൊണ്ട് അതിപ്പം ഏറ്റവും വലിയ വലുപ്പത്തിൽ നടക്കുന്ന ഒരിടം. പണ്ട് ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ഭീകരവാദികൾ, തീവ്രവാദികൾ, ആ മനോഭാവമുള്ളവർ ഏറ്റവും കൂടുതൽ ഉള്ള ഇടം കാശ്മീർ, രണ്ടാമത് കേരളം എന്ന് പറഞ്ഞിരുന്നതാ. മനസ്സിലായില്ലേ? ഇപ്പൊ ഏതാണ്ട് ആൾക്കാർക്ക് ഏതാണ്ട് ബോധ്യമായി വരുന്നുണ്ടല്ലോ. അതല്ലേ? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പാടത്തില്ല, പാടിക്കാൻ നോക്കണ്ട, അതിവിടെ നടക്കത്തുമില്ല. ആര് വിചാരിച്ചാലും നടക്കില്ല. മോദി വിചാരിച്ചാലും, രാജ്മോഹൻ പറഞ്ഞ ശരിയാ, മോദി വിചാരിച്ചാലും വെടിവെച്ചാലും ഞങ്ങൾ പാടത്തില്ല. മനസ്സിലായില്ലേ? ഇത് രാജ്മോഹൻ നിലനിൽപ്പിന്റെ വിഷയമാണ്, അല്ല അയാളുടെ ആഗ്രഹമല്ല. അയാൾ മനസ്സിൽ രാവിലെ എണീറ്റ് വന്ദേ മാതരം ആര് കേൾക്കുന്ന പാടുന്നുണ്ട്. പക്ഷെ ഇത് പറയാതെ നാളെ അയാൾക്കവിടെ MP ആവാൻ പറ്റത്തില്ല. ഇത് പറയാതെ സതീശന് ഇവിടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ പറ്റില്ല. ഇത് പറയാതെ ഗോവിന്ദന് നാളെ കാലത്ത് മുഖ്യമന്ത്രി ആവാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? പിണറായി വിജയന് നിൽക്കാൻ പറ്റത്തില്ല. അതായത് പിണറായി വിജയൻ വെളിയിൽ പോയത് ഒരു അർത്ഥത്തിൽ അതാ. ഇല്ല, പിണറായി വിജയന്റെ ധാർഷ്ട്യമൊന്നും അല്ല. മനസ്സിലായി? ഒരർത്ഥത്തിൽ അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.